ഹായ് ഓൾ, വെൽക്കം ടു റിയൽ ടോക്സ് വിത്ത് അഖില. ജിത്തു ജോസഫ് സംവിധാനം, സംഭാഷണം, തിരക്കഥ നിർവഹിച്ച് അപർണ ആർ തരക്കാട് കഥ എഴുതിയെത്തിയിരിക്കുന്ന പുതിയ സിനിമയാണ് മിറാഷ്. ഒരു മിസ്റ്ററി ത്രില്ലർ ജാനറിൽ വരുന്ന ഈ സിനിമയിൽ ആസിഫ് അലി, അപർണ ബാലമുരളി എന്നിവർ ലീഡ് റോളിലെത്തുന്നു. അതുപോലെ ദീപക് പറമ്പേൽ, ഹക്കിം ഷാ, ഹന്ന റെജി കോശി, അർജുൻ ശ്യാം എന്നിവർ മറ്റു പ്രധാന വേഷങ്ങൾ ചെയ്തിരിക്കുന്നു. മ്യൂസിക് ചെയ്തിരിക്കുന്ന വിഷ്ണു ശ്യാമും സിനിമാറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത് സതീഷ് കുറുപ്പുമാണ്. നമ്മൾ സാധാരണ ജിത്തു ജോസഫ് സിനിമകളിലൊക്കെ കാണുന്ന പോലെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഫ്രെയിംസും അതുപോലെ നല്ല മ്യൂസിക്കും തന്നെയാണ് ഈ സിനിമയിലും ഉള്ളതെന്ന് തന്നെ പറയാം. സിനിമയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പെർഫോമൻസ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും അത്യാവശ്യം നല്ലപോലെ തന്നെ ആ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറ്റം പറയാനോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി എന്ന് പറയാനില്ലെങ്കിൽ പോലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് എല്ലാവരും ചെയ്തിട്ടുള്ളത്. ആസിഫ് ആയാലും കിട്ടിയ റോള് നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ അപർണ ബാലമുരളി, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു റോളാണ് അതിൽ ഹന്ന റെജി കോശി ചെയ്തത്. നല്ല അത്യാവശ്യം നല്ല രസമായിട്ട് പുള്ളിക്കാരി ചെയ്തിട്ടുണ്ട്. അതുപോലെ ഹക്കിം ഷാ, അർജുൻ, നമ്മുടെ ബിഗ് ബോസിലൊക്കെ ഉണ്ടായിരുന്ന അർജുൻ ഫസ്റ്റ് ബിഗ് സ്ക്രീൻ അപ്പിയറൻസ് ആണ്. കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ റോള് പോയിട്ടുണ്ട്. എല്ലാവരും അത്യാവശ്യം അവർക്ക് കിട്ടിയ റോളുകൾ ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു മിസ്റ്ററി ത്രില്ലർ ജാനറിലുള്ള സിനിമയാണ്. ആ ഒരു ത്രെഡിൽ തന്നെയാണ് സിനിമ ത്രൂ ഔട്ട് പോകുന്നത്. പക്ഷെങ്കിൽ ഒരു ജിത്തു ജോസഫ് ഫിലിമിൽ നിന്നും നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, അത് ഡെലിവറി ചെയ്യാൻ ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഒരു സംശയം തന്നെയാണ്. തുടക്കം മുതൽ അവസാനം വരെ ഒരുപാട് ട്വിസ്റ്റുകൾ ഇങ്ങനെ കൂട്ടിക്കിടക്കുന്ന ഒരു സിനിമയാണ്. ഈ സിനിമയുടെ കഥയും അല്ലെന്നുണ്ടെങ്കിൽ ആ ട്വിസ്റ്റുകളും തമ്മിൽ എവിടെയൊക്കെയോ കണക്ട് ആയി പോവാൻ പറ്റാത്ത പോലെ ആണ് എനിക്ക് തോന്നിയത്. ട്വിസ്റ്റിന്റെ ഒരു പെരുമഴയാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷെങ്കിൽ അതും കഥയുമായിട്ട് പ്രേക്ഷകരിലോട്ട് എത്രത്തോളം കണക്ട് ആയി എന്നുള്ളത് ഡൗട്ടാണ്. ഇപ്പം ചില സീൻസ് അല്ലെങ്കിൽ സീക്വൻസസുകളൊക്കെ ഒരാളുടെ തന്നെ പല വേർഷൻസിൽ നമ്മൾ ഇതിൽ കാണുന്നുണ്ട്. അപ്പൊ ശരിക്കും കാണുന്ന നമുക്ക് ഒരു കൈൻഡ് ഓഫ് കൺഫ്യൂസ്ഡ് ആയിട്ട് അതിനെ എത്രത്തോളം നമുക്ക് ആ സിനിമയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവാത്ത രീതിയിലൊക്കെയാണ് പല ത്തിലും തോന്നുന്നത്. ഒരു തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്വിസ്റ്റുകൾ മാത്രം ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു സിനിമയാണെന്ന് പോലും നമുക്ക് തോന്നും. എങ്കിലും ചിലതൊക്കെ രസമുണ്ട്, തെറ്റില്ല. നമുക്ക് ഒരു കാണുമ്പോൾ ഒരു സർപ്രൈസിങ് ആയിട്ട് തോന്നും. എങ്കിലും അത് അമിതമായാൽ അമൃതം വിഷം എന്ന് പറയല്ലോ, അതുപോലെ ആണ്. കുറെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു മടുപ്പ് തോന്നും കാണുമ്പോഴത്തേക്ക്. ശരിക്കും കുറെ സിനിമകൾക്കുള്ള ട്വിസ്റ്റ് ഒറ്റ സിനിമയിൽ തന്നെ കൊള്ളിച്ച പോലെ തോന്നും. അത്യാവശ്യം നല്ലൊരു പ്ലോട്ട് ഉണ്ട് എന്ന് തന്നെ വേണം നമുക്ക് പറയാൻ. പക്ഷെ അത് കറക്റ്റ് രീതിയിൽ ആ കഥയിൽ കൂടി അത് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കാതെ പോയി എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പം ഇതൊക്കെയാണ് ശരിക്കും മിറാഷ്. തെറ്റില്ല, ജസ്റ്റ് കണ്ടിരിക്കാം, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഭയങ്കര ഒരു നല്ല സിനിമ എന്നൊന്നും നമുക്ക് അങ്ങനെ അഭിപ്രായം പറയാൻ പറ്റില്ല. എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. നമ്മളൊരു ജിത്തു ജോസഫ് സിനിമയിൽ നിന്നും എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും എനിക്കൊരു നെഗറ്റീവ് എക്സ്പീരിയൻസ് ആണ് തോന്നിയത്. സോ ഇതൊക്കെ എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ഓരോരുത്തർക്കും, ഞാൻ പലപ്പോഴും പറയുന്ന പോലെ, ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ പെർസ്പെക്റ്റീവ് ആണ്. ചിലർക്ക് ഇഷ്ടാവും, ചിലർക്ക് ഇഷ്ടാവില്ല. സോ ദാറ്റ്സ് ഇറ്റ്. ഇതൊക്കെയാണ് മിറാഷ്. മറ്റൊരു സിനിമാ വിശേഷവുമായി വീണ്ടും കാണാം. Please do like, subscribe and support my channel. That's all. Signing off. Thank you.